വിണ്ണിലും മണ്ണിലും തെളിയുന്ന സ്നേഹ നക്ഷത്രങ്ങളുടെ ഈ ക്രിസ്മസ് ദിനത്തിൽ എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് ആശംസ പറയുന്നതോടൊപ്പം തന്നെ ഈ ക്രിസ്മസ് ദിനത്തിലുള്ള ക്രിസ്മസ് എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നാന്നറിയോ, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നില്ല, ഇതിനൊരു പ്രത്യേക മൂഡാന്നേ. ക്രിസ്മസ് ആന്നേലും ഈ പറഞ്ഞ കൂട്ടം ഓണം ആന്നേലും എല്ലാത്തിനും ഓരോ പ്രത്യേക മൂഡാണ്. ഇതിനൊരു എന്നാ പറയുക, ഞാൻ കുഞ്ഞുനാൾ മുതലേ ഇതൊക്കെ ഇങ്ങനെ ഈ കണ്ടു വളർന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും എനിക്ക് ഈ ക്രിസ്മസ് ന്യൂ ഇയർ മൂഡ് ഭയങ്കര രസമാണ്. ആ ഈവ്, ക്രിസ്മസ് ഈവ് ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്രിസ്മസ് ട്രീ എല്ലാം അലങ്കരിച്ച് വെച്ചേച്ച് നമ്മൾ ഈ ചുമ്മാ ഈവൻ പ്രസൻസ് ആന്നേ പോലും വെക്കുക, ഇതൊക്കെ ക്രിബ് നമ്മൾ അലങ്കരിക്കുക, ഇത് എല്ലാം ചെയ്യാനായിട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാനാണെങ്കിൽ ഏട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എനിക്ക് മിസ്സാവുമെന്ന്. പക്ഷേ ടു ബി ഫ്രാങ്ക് ഞാൻ പറയാം, ടച്ച് വുഡ്, ഇതുവരെ ഞങ്ങളൊക്കെ ആഘോഷിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ്റെ അവിടെ ആഘോഷിക്കുമായിരുന്നു ശരിക്കും. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആന്നേലും ഒരിക്കലും ഈസ്റ്റർ ആന്നേ പോലും എനിക്ക് മിസ്സായിട്ടേ ഇല്ല. കാര്യം ഏട്ടൻ്റെ വീട്ടിൽ തന്നെ ക്രിബും എല്ലാം ഞാൻ ചെല്ലുമ്പോൾ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ പോകുന്ന എല്ലാ വർഷമായിട്ടും ഞങ്ങളും ഈ പറഞ്ഞോട്ടെ ഈ ക്രിസ്മസിന് ഉൾപ്പെടെ ഞാൻ എൻ്റെ വീട്ടിലും ഈ പറഞ്ഞ പോലെ ക്രിബും ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ക്രിസ്മസ് ദിവസം ആണെങ്കിൽ കാലത്ത് പാലപ്പോ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ആ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടാകുന്ന ആ മൂഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരിക്കലും എനിക്കത് മിസ്സായിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ചാൽ നമ്മുടെ യാനീസ് കിച്ചണിനകത്ത് ഇഷ്ടംപോലെ റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ന്യൂ ഇയറിന് വെച്ചോ, ഇപ്രാവശ്യം വെക്കാൻ ഒത്തില്ലേല, നമുക്ക് ന്യൂ ഇയറിനായിട്ട് വെക്കാവേ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് കാശ്മീരി പുലാവ്. ഈ കാശ്മീരി പുലാവിനൊരു വ്യത്യാസം എന്നാന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും മലയാളത്തിൽ പറയാമെന്നെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും, അതായത് പച്ചക്കറി ഏതൊക്കെ ഇടാമോ അതെല്ലാം, ഫ്രൂട്ട്സ് ഏതൊക്കെ ഇടാമോ അതെല്ലാം, ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെ ഇടാമോ അതെല്ലാം ഇതിനകത്തോട്ട് എല്ലാം ചേരുന്ന ഒരു റിച്ച് ഫുഡാണ് കാശ്മീരി പുലാവ് എന്ന് പറയുന്നത്. ഇത് പല രീതിയിൽ വെക്കാൻ പറ്റും. ചിലർക്ക് സ്പൈസി ആയിട്ട് വെക്കാൻ പറ്റും, ചിലർ നോൺ സ്പൈസി ആയിട്ട് വെക്കും. ഇനി എന്നാന്ന് വെച്ചാൽ ഇതിന് ഒത്തിരി പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും പണിയില്ല. എന്നാന്ന് വെച്ചാൽ ക്രിസ്മസിനോ അല്ലെങ്കിൽ ന്യൂ ഇയറിനോ എന്നതേലും നമ്മളൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയാൽ മതി ആസ് എ ഡെസേർട്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു വെടിക്ക് രണ്ട് പശി എന്നൊക്കെ പറയുന്ന കൂട്ട് ഇതുമാവും, എന്നാൽ നമുക്കൊരു ഡെസേർട്ടും ആവും. അങ്ങനെ ചെയ്തേച്ചാൽ മതി. ഏറ്റവും എളുപ്പത്തിൽ, ഞാൻ എപ്പോഴും പറയല്ലേ, ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ ഏറ്റവും ഗ്രാൻഡായിട്ട് ഒരുക്കാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന പാചകം വേണം നമ്മൾ എല്ലാം ചെയ്യാൻ. നമ്മുടെ ഡൈനിങ് ടേബിൾ എപ്പോഴും എന്നാ പറയുക, സമൃദ്ധിയോടുകൂടി ഇരിക്കണം. ഇനി അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യങ്ങളിലോട്ട് കടക്കാം. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്ന ബാസ്മതി റൈസാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് പാല്, പശുപാലാവാം തേങ്ങാപ്പാലാവാം, ഏതായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് ഉള്ളി, ഇത് വഴറ്റാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇച്ചിരി വറുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, അതും വേണം. പിന്നെ ഇച്ചിരി നെയ്യ്, ഇച്ചിരി അണ്ടിപ്പരിപ്പ്, ഒരു നുള്ളു പഞ്ചസാരയാണ്, ഒത്തിരി വേണ്ട, കുറച്ച് മുളക് പൊടി. ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ബദാം ഇടാം, മുന്തിരിങ്ങ ഇടാം, പിന്നെ പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ഇടാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. പിന്നെ ഇതിനകത്ത് എന്നൊക്കെ വെജിറ്റബിൾസ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ക്യാരറ്റ് ഇടാം, ബീൻസ് ഇടാം, പീസ് ഇടാം, കോളിഫ്ലവർ ഇടാം. എന്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ഇടാമേ. ഇപ്പം ഞാൻ അതൊക്കെ അരിഞ്ഞു വെക്കാന്ന് പറഞ്ഞാൽ ഇന്നത് ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചിലർക്ക് കൺഫ്യൂഷൻസ് വരാറുണ്ട്. അങ്ങനെയേയില്ല. ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ ഇനി ഞാൻ വെച്ചേക്കുന്ന ഫ്രൂട്ട്സ് എന്നൊക്കെയാന്ന് വെച്ചാൽ പൈനാപ്പിൾ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, മുന്തിരിങ്ങയുണ്ട്, ഇത്രയും സാധനം വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ള, അതാ വെക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഈ പേരക്കായ ഒക്കെ ഇടാൻ ഇഷ്ടം, ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇടാൻ പറ്റും. ഓറഞ്ച് ഇടാം, ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇടാം. പിന്നെ ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുക, വാട്ടർ മെലൺ അങ്ങനെയൊന്നും ഇടരുത്. കാര്യം അതിനകത്ത് ഇച്ചിരി വെള്ളമുള്ള, അപ്പം നമ്മുടെ ചോറിനകത്തോട്ട് അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക്
അതൊന്ന് ഇച്ചിരി വാട്ടറി ആയി പോകും. പൊമിഗ്രാനൈറ്റ് ഇടാം, മാതളമൊക്കെ ഇടാം. ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഒരുപാട് പോഷകം ഉണ്ട്. അതുമാത്രമല്ല ഇതൊരു റിച്ച് ഫുഡാണ്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, ഇത് ഇച്ചിരി പണിയുള്ള പണിയാണ്. എന്നാന്ന് വെച്ചാൽ നമ്മുടെ എന്നാ പറയുക, അരി ഒന്ന് വറുത്തേച്ചേ വെക്കാവുള്ളൂ. ഇത് വാർത്തെടുക്കല്ലേ. ഈ ബിരിയാണിക്കാന്നേലും ഈ നെയ്ച്ചോറാന്നേലും പുലാവ് ആന്നേലും ഫ്രൈഡ് റൈസ് ആന്നേലും ഫ്രൈഡ് റൈസ് വേണ്ട കേട്ടോ, ബാക്കി എല്ലാ സാധനവും ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാ സാധനവും ശരിക്കും പറഞ്ഞാൽ വറുത്ത് അതിനിങ്ങനെ വറ്റിച്ചെടുക്കുന്നതിനാന്നു ഏറ്റവും നല്ല ടേസ്റ്റ്. പിന്നെ അത് നമുക്ക് അത്ര ഒത്തു വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാർത്തെടുത്ത് വെച്ചാൽ മതി. പക്ഷേ ഊറ്റിയെടുക്കുമ്പോഴത്തേക്ക് എന്നാണെന്നറിയാവോ, അതിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല. മറ്റേ ഈ നെയ്യിലൊക്കെ ഇട്ട് ഇങ്ങനെ വറുത്തെടുത്ത് വെച്ചാൽ നെയ്യോടുകൂടി തന്നെ ആ ചോറൊന്ന് വറ്റി വരുവാന്നേൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പ്രിഫറൻസ് ഓൾവേസ് അതിന് കൊടുക്കുക. പിന്നെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ വാർത്തെടുത്ത് വെച്ചാൽ മതിയേ. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി നെയ്യ് ഒഴിക്കും. നെയ്യ് ഒഴിച്ചിട്ട് ഇതിനകത്ത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇടണം. ഇട്ട് അത് പൊട്ടിയതിന് ശേഷം ഈ പറഞ്ഞ കൂട്ട അരി ഇട്ടാലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ അരി ഇട്ടേച്ച് അതൊന്ന് വറുക്കുകയല്ലേ, വറുത്ത് തുടങ്ങുമ്പോൾ ഒരു ഇച്ചിരി നേരം എടുക്കും. ആ നേരത്തിൻ്റെ ഇടയിൽ ഇട്ടേച്ചാലും മതി. കാര്യം എന്നാ വെച്ചാൽ ഇത് തിളച്ചേച്ചാന്നു ഇതിൻ്റെ ആ സ്പൈസ് നമ്മൾ ചേർക്കുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്കായുടെ ഒക്കെ സ്പൈസ് അന്നേരം വന്നു ചോറേ പിടിക്കുന്നേ. അന്നേരം ചേർത്താലും മതി. ഇപ്പം തന്നെ ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് എനിക്കിപ്പോൾ ഈ അരി വറുക്കാനായിട്ട് ഒരു ഇച്ചിരി നേരം ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഗ്യാപ്പിൽ ചേർക്കാം, അതാ നല്ലേ. എന്നാലും നെയ്യ് ചൂടായേ. ഇതിനകത്തോട്ട് ഇത് കഴുകി കുതിർത്ത് ഊറ്റിയെടുത്തേക്കുന്ന അരിയാണ്. മിനിമം ഒരു 1/2 hour അല്ലെന്നുണ്ടെങ്കിൽ 15 minutes എങ്കിലും നമ്മൾ അരി ഒന്ന് ഇച്ചിരി നേരം കുതിർത്തിടണേ. അന്നേരം എന്നാണെന്നറിയാമോ, അതിൻ്റെ ആ സ്റ്റാർച്ച്, ഒത്തിരി മിക്ക സ്റ്റാർച്ചും അതങ്ങ് നമ്മൾ കഴുകുമ്പോഴത്തേനും അങ്ങ് പോവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുഴഞ്ഞൊന്നും കിട്ടുകയില്ല, കറക്റ്റായിട്ട് കിട്ടും. അരി ഇപ്പോൾ വറുത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായ, തക്കോലം, ജാതിപത്രി, ഏതൊക്കെ സ്പൈസസ് നമുക്ക് ഫ്ലേവേഴ്സ് തരുമോ അതെല്ലാം ഇടാം. പക്ഷെ പെരിഞ്ജീരകത്തിന് പകരം ഇതിനകത്ത് ഇടാൻ പറ്റുന്ന സാജീരകം എന്ന് പറഞ്ഞിട്ട് ഒരു ജീരകമുണ്ട്, അത് ഇട്ടേച്ചാൽ മതി. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ പോലെ അരി വറുക്കാനായിട്ട് ഒരു ഇച്ചിരി നേരം എടുക്കും. ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രിഡ്ജിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടോ ഞാൻ അതെല്ലാം എടുത്ത് വെക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാന്ന് വെച്ചാൽ ഇന്നതൊക്കെ ഇടണം എന്ന് പറയുമ്പോഴത്തേക്ക് അതെല്ലാം വേണമല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ആവശ്യമുള്ള ഫ്രൂട്ട്സ് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാനിവിടെ വെച്ചിരിക്കുന്ന ഒരു ഇച്ചിരി മുന്തിരിങ്ങ ഉണ്ട്, കുറച്ച് പൊമിഗ്രാനൈറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് പച്ച മുന്തിരിങ്ങ ഉണ്ട്, ഇച്ചിരി ഓറഞ്ച് ഉണ്ട്, പിന്നെ ആപ്പിൾ ഉണ്ട്, പിന്നെ ഇച്ചിരി പൈനാപ്പിൾ ഉണ്ട്. ഇത്രയും സാധനം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ ഇത്രയും സാധനം തന്നെ നമുക്ക് ആ പുലാവിനകത്ത് ഇടണം എന്ന് അങ്ങനെ ഒന്നുമില്ല. ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത്ര ഇട്ടേച്ചാൽ മതി. ഇതെല്ലാ ഫ്രൂട്ട്സും ഇട്ടാൽ നല്ലതാ. പിന്നെ ഈ മുന്തിരിങ്ങായും ഇതൊക്കെ ഇച്ചിരി പുളി ഉണ്ടോ എന്ന് നോക്കിയേച്ച് വേണം മേടിക്കാൻ. മധുരമുള്ള ഇടുന്ന കുറച്ചുകൂടെ നല്ല. പിന്നെ ഈ സീഡ്ലെസ് ഈ മുന്തിരിങ്ങ മേടിക്കുവാണെങ്കിൽ മുഴുവനോട് ഇടാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇടാം, ഇല്ലെങ്കിൽ ഒന്ന് മുറിച്ചേച്ചിടാം. കാര്യം ഇത് ഇച്ചിരി മുഴുത്തതൊക്കെ കിട്ടാറുണ്ട്. അതനുസരിച്ച് നമ്മുടെ ആ പുലാവിനകത്ത് ടേസ്റ്റി ആയിട്ട് വരുന്ന പോലെ ഇച്ചിരി സ്മോൾ ക്യൂബ്സ് ആണെങ്കിൽ അതാ നല്ല. ഏതാന്ന് വെച്ചാൽ നമ്മുടെ ഏനം പോലെ ചെയ്തേച്ചാൽ മതി. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ബാക്കി എണ്ണയിലോട്ട് ഒരു പരിപാടിയും ചെയ്തിട്ടില്ല, വറുത്തേച്ച് അങ്ങനെ തന്നെ അടച്ചിട്ടേക്കുവാണ്. അരി ഏകദേശം ഒരു ഇച്ചിരി ബ്രൗൺ ആയിട്ടുണ്ട്, നല്ല ഇവിടെ പൊട്ടിയിട്ട് ഞാൻ അങ്ങനെ ഇട്ടേക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തിളപ്പിച്ച് വെള്ളം വറ്റിച്ചെടുക്കുന്ന ഒരു ഇതാ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വെള്ളമല്ല ഒഴിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കാൻ പോകുന്നത് നല്ല പശുവും പാലാന്നേ. പശുവും പാലോ തേങ്ങാപ്പാലോ എന്നാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതാ. ഏറ്റവും കൂടുതൽ നമ്മൾ മെനക്കെടാനായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം ഇതാ ഉള്ളൂ, എന്നതാണോ തേങ്ങാപ്പാൽ എടുക്കാൻ. പക്ഷേ തേങ്ങാപ്പാലോടും രുചി വേറൊന്നിനും ഇല്ല. സത്യമായി പറയുന്നതൊക്കെ സത്യമാണ്. പക്ഷെ ചില സമയം ജോലി തിരക്ക് കൂടി നിൽക്കുന്ന നേരമാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഒന്ന് മെനക്കെടുകയല്ലേ അല്ലേ, ഉള്ളതാണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യും. ഇതൊക്കെ ഞാൻ എപ്പോഴാണ് പഠിച്ചതെന്ന് വെച്ചാൽ ധൃതി കൂടി നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഏർപ്പാട്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു പാലൊക്കെ അങ്ങ് പിരിഞ്ഞു പോകുമായിരിക്കുമെന്നേ. അങ്ങനെയൊന്നുമില്ല, അതങ്ങ് വറ്റി വരുമ്പോഴത്തേനും അതിൻ്റെ ആ സ്വാദ് അതിനകത്ത് വരികയും ചെയ്യും, ഉള്ളത് നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ അരിക്കകത്ത് വേണ്ടിയ ഉപ്പ് എത്രയാന്ന് വെച്ചാൽ അത് വിടുക. ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ ഇതിവിടെ തന്നെ ഇരുന്നോട്ടെ. എന്നാന്ന് വെച്ചാൽ തിളച്ച് കഴിഞ്ഞേച്ചേ നമ്മൾ മാറ്റാവുള്ളേ. ഇല്ലേൽ അതിനൊരു ഇച്ചിരി
ഒരു അരി അങ്ങ് കുതിർന്നായിരിക്കും വേവുന്നത്. അതുകൊണ്ട് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ സിമ്മാക്കുവല്ലേ, ആ സമയത്ത് ഇരുന്ന് വേവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമല്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ അരപ്പ ചേർക്കാൻ പോകുന്നത്. അരപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒന്നെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം. നെയ്യ് മാത്രം ആ റേഷ്യോയിൽ പോകാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ചിലർക്ക് അങ്ങനെ ഇഷ്ടമല്ല, ചിലർക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നതാണ് ഇഷ്ടം. ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എപ്പോഴും പറയും നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കഴിഞ്ഞാൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന്. അതുകൊണ്ട് മാത്രം ഞാൻ ഇതിനകത്ത് നെയ്യാണ് ഒഴിച്ചേക്കുന്നത്, അരിക്കകത്ത്. അതുകൊണ്ട് ഞാനിപ്പം അതിൻ്റെ അരപ്പുണ്ടാക്കുമ്പോഴും ഞാൻ നെയ്യ് തന്നെ ഉപയോഗിക്കാവേ. നമുക്ക് ഫസ്റ്റ് നെയ്യ് ഒന്ന് ഉരുകി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഇച്ചിരി ഉള്ളി. അരപ്പ് കാശ്മീരി പുലാവിന് ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി ഉണ്ടാക്കി വെച്ചാൽ മതി, ഒരുപാട് ഉണ്ടാക്കണ്ട. എന്നാന്ന് വെച്ചാൽ ചിലയിടത്ത് സ്പൈസ് ഉണ്ട്, ചിലയിടത്ത് അല്ലാതെയാണ് ചെയ്യുന്നത്, ചിലയിടത്ത് ഈ ഫ്രൂട്ട്സ് മാത്രം ഇട്ടേച്ചുണ്ടാക്കും. ഇതൊന്നും എന്നാ പറയുക, ഓരോ സ്ഥലത്ത് ഓരോ ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന പോലെ ഓരോരുത്തർ ഉണ്ടാക്കുമ്പോൾ ഓരോ രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതാണ് പെർട്ടിക്കുലർലി കാശ്മീരി പുലാവ് എന്ന് പറയാൻ ഒക്കുകയില്ല. കാശ്മീരി ഒക്കെ ബേസിക്കലി കൂടുതലും ഈ പറഞ്ഞ പോലെ ജീരകം അതൊക്കെ ഒത്തിരി ചേർക്കും, പെരുംജീരകമൊക്കെ. നമുക്ക് അത്രയും വേണ്ട, നമ്മുടെ ടേസ്റ്റ് വേണം, എന്നാൽ അത് കാശ്മീരി പുലാവ് ആവുകയും വേണം. അങ്ങനത്തെ ഒരു ഫ്യൂഷൻ പോലെ ചെയ്തേക്കുവാ ഞാൻ പഠിച്ചെടുത്തത്. ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. അതിപ്പോൾ ഞാനിത് ചെയ്യുന്നതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. എന്നാ പറയുക, നമുക്കൊരു ബേസിക്കലി ഒന്ന് പറയുവല്ലേ ഇന്നതാ നല്ലതെന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെ എൻ്റെ നാവിന് രുചിയായിട്ട് തോന്നിയത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രുചിയുള്ള ഭക്ഷണമാണല്ലോ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയാനുള്ളേ. അതുകൊണ്ട് എനിക്ക് ഗ്യാരണ്ടി എന്ന് തോന്നിയത് ഞാനിത് ചെയ്തപ്പോഴാന്നു. അത് ഒന്നുകൂടെ പറയാം, ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, പൊതുവേ ഞാൻ പറഞ്ഞതേ ഉള്ളേ. പിന്നെ അതല്ല, ജീരകം അങ്ങനത്തെ ഫ്ലേവറൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്നതിൽ നമ്മൾ ഈ ഉള്ളി വഴറ്റുന്നതിന് മുന്നേ ആയിട്ട് ജീരകവും കൂടെ ഒന്ന് കടുക് വറുത്തേച്ച് നെയ്യെ തന്നെ ഒന്ന് മൂപ്പിച്ചേച്ച് ഉള്ളിയൊക്കെ ഇട്ടേച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ചൊരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ഇതൊന്നും ഒരുപാട് വേണ്ട, ഒരു ഇച്ചിരി മതി. ഇച്ചിരി എന്ന് പറയുമ്പോൾ എന്നാന്നോ, അതിൻ്റെ ഒരു ടേസ്റ്റ് വരണം എന്നല്ലാതെ നത്തിങ് മോർ ദാൻ ദാറ്റ്. പക്ഷേ കാശ്മീരി പുലാവിന് മസാലാസ് കൂടാൻ പാടില്ല. ഇടുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാ ഫ്രൂട്ട്സിൻ്റെയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ നമുക്ക് ആ പുലാവിനകത്ത് വരണം. അതുകൊണ്ടാണ് ഒത്തിരി ചേർക്കണ്ടെന്ന് പറയുന്നത്, മസാല കൂട്ടുണ്ടാകും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഒരു കാര്യമുണ്ട്, ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു ചുവയുണ്ടല്ലോ, അതങ്ങ് നല്ലോണം മൂത്ത് വരണം, എന്നാലേ അതിനുള്ള ടേസ്റ്റ് വരത്തുള്ളൂ. ഇത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എന്നതാണെന്നോ, നമ്മൾ ഈ പാലിനകത്ത് അരി വേവാൻ വെച്ചേക്കുമല്ലയോ, അന്നേരം ഈ അരിക്ക് ഒരു ഇച്ചിരി നിറം കിട്ടണമെന്ന് വെച്ചോ, അന്നേരം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുങ്കുമപ്പൂവും കൂടെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അരിക്ക് നല്ലൊരു മണം വരും, നല്ലൊരു നിറവും കിട്ടാൻ നല്ലതാണ്. അതുകൊണ്ട് കുങ്കുമപ്പൂ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എസൻസോ അങ്ങനെ ഒന്നും ചേർക്കേണ്ടി വരികയില്ല, കുങ്കുമപ്പൂവിൻ്റെ ഫ്ലേവർ തന്നെ മതിയാവും. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി പച്ചമുളക് ചതച്ചിടാം, എരിവ് കണക്കാക്കിയിട്ട്. നമ്മൾ കാശ്മീരി മുളകൊക്കെ ചേർക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി പച്ചമുളക് ചതച്ചിടുകയോ അല്ലെങ്കിൽ അരച്ചിടുകയോ ഏതെങ്കിലും ചെയ്യാം. ഇപ്പം എനിക്ക് അത് വേണ്ടാത്തോണ്ടാന്നു ഞാൻ ശരിക്കും അത് ചേർക്കാത്തത്. പച്ചമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് അരിഞ്ഞ് കഴിയുമ്പോൾ കടിക്കുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ടേസ്റ്റും കൂടി ഇതിനകത്ത് വരുവാന്നേൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. പിന്നെ നമുക്ക് ക്യാരറ്റ് ഇടാം, ടൊമാറ്റോ ഇടാം, ഈ പറഞ്ഞ പോലെ ബീൻസ് ഇടാം, എന്നാ വേണേലും ഇതിനകത്ത് ചേർക്കാം. ഇതൊന്നൊരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടി, അതിനു മുന്നേ ഒരു നുള്ളു പഞ്ചസാര വേണം. എന്നത്തിനാണെന്നറിയാം, നമ്മൾ സാധാരണ ഉള്ളിയിൽ ഉപ്പല്ലേ ഇടുന്നേ, ഇതിപ്പോൾ ഞാൻ ഇച്ചിരി പഞ്ചസാര ഇടുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു സ്വീറ്റ്നെസ് ഉണ്ട് നമ്മുടെ കാശ്മീരി പുലാവിന്. ഇത് ചേർക്കുന്നത് പുലാവിന് ഒരു സ്വീറ്റ്നെസ് വരും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളിക്ക് ഒരു കാരമലൈസിൻ്റെ ടേസ്റ്റും കൂടെ വരും. അതായത് രണ്ട് കാര്യങ്ങളുണ്ട്, ഈ ഉള്ളി ഇട്ടേച്ച ഈ എന്നാ പറയുക പഞ്ചസാരയും കൂടി ഇടുമ്പോൾ നമ്മൾ ഉള്ളി വറക്കുകയല്ലേ,
ആ ഒരു ബിരിയാണിക്കൊക്കെ വറുത്ത് മേലോട്ട് ഇടുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഫ്ലേവർ ഉള്ളിക്ക് വരും. പക്ഷെ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് വെച്ച് ഉള്ളി പ്രത്യേകിച്ച് വറുത്തിടുന്നതിനാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉള്ളത്. അങ്ങനെയാണ് നല്ല. അല്ലാതെ ഇത് നമ്മൾ ആ ടേസ്റ്റിന് വറക്കുവാന്നേൽ എന്നാ പറ്റും എന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര മുരിഞ്ഞു പോയിട്ട് ഒരു കാരമലൈസിങ് ഫ്ലേവറും കൂടെ വരും. അത് വരണ്ട. അതിന് മുന്നേ തന്നെ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുത്ത് വെച്ചാൽ മതി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു ഇച്ചിരി മല്ലിപ്പൊടി, ഒരു ഇച്ചിരി ഗരം മസാല. ഈ മസാലാസ് എല്ലാം ഒന്ന് ഇച്ചിരി മൂക്കണം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നിറച്ച് കുറച്ച് പുതിന ഇല, കുറച്ച് മല്ലിയില. മല്ലിയിലയും പുതിന ഇലയും എല്ലാം ഇട്ടേച്ചുകൊണ്ടല്ലോ പിന്നെ ഒരുപാട് നേരം നമ്മൾ ആ ഇല ഒന്ന് മൂപ്പിച്ചേക്കരുത്. കാര്യം എന്നാന്നോ, അതങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ച് നമ്മുടെ അരി തിളച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഒരു ഇച്ചിരി തീ ഒന്ന് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി എന്നതേ അരിയുടെ നികന്നെ വെള്ളം നിൽപ്പുള്ളൂ. അതിനകത്തോട്ട് ഞാൻ ഇത് ഇടുവാണേ. ആ മസാല കംപ്ലീറ്റ് നമ്മുടെ അരിയിൽ ഒന്ന് കംപ്ലീറ്റ് എന്നാ പറയുക പാലിനകത്ത് മിക്സ് ആവണേ. ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പോൾ മസാല ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും നോക്കൂ, അത് യെല്ലോ കളറുണ്ട്. സാഫ്രൻ ഇടുവാണെങ്കിൽ, കുങ്കുമപ്പൂവ് തനിയെ ഇടുവാണെങ്കിലും അത് യെല്ലോ, അതിൻ്റെ ഒരു ഫ്ലേവറും വരും, അരി യെല്ലോ ആവുകയും ചെയ്യും. ഇതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസാല ചേർക്കാത്തവർക്കാണ് നമ്മൾ കൂടുതലും കുങ്കുമപ്പൂ ചേർക്കുന്നത്. യെല്ലോയിഷ് കളറും വരും, നല്ലൊരു മണവും വരും. ഇതിപ്പോൾ ഞാൻ ചേർക്കാത്ത എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഫ്ലേവറിൽ എൻ്റെ ഒരു ടേസ്റ്റിനാണ് ചെയ്യുന്നത്. അപ്പോൾ അരിക്ക് ആ ഫ്ലേവറും വരും, ഒരു പച്ചച്ചോറ് കഴിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് വരികയില്ല. ഇത് കറക്റ്റ് ആ മസാല എല്ലാം നമ്മുടെ അരിയെ പിടിക്കും, നല്ലൊരു ടേസ്റ്റും വരും. ആവശ്യത്തിനുള്ള ഉപ്പ് ഇച്ചിരി ഇട്ടിട്ടുണ്ട്, എന്നാലും പോരായിരിക്കും. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരിപാടി ഒന്നുമില്ല. ഇത് നല്ലതായിട്ട് വെന്ത് ചോറ് നല്ല അരപ്പെല്ലാം പിടിച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മുടെ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ടേച്ച് ഒന്ന് ഇളക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ഫ്രൂട്ട്സ് ഒരിക്കലും നമ്മുടെ റൈസിൽ കിടന്നേച്ച് വേവാൻ പാടില്ല. കാര്യം എന്നാന്നോ, വെന്ത് കഴിഞ്ഞാൽ ഓറഞ്ചൊക്കെ ഇടുമ്പോഴത്തേനും അതിൻ്റെ പുളി ഒന്ന് ഇറങ്ങും, ചിലപ്പോൾ കയ്പ്പായിരിക്കും. പൈനാപ്പിളിന് ചിലപ്പം ഒരു എന്നാ പറയുക, നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന പോലത്തെ നല്ലൊരു ഫ്ലേവർ കിട്ടുകയില്ല. പക്ഷെ ആവിയിലൊക്കെ ഇരുന്ന് അതിൻ്റെ ആ ഒരു വേവുകയല്ലേ, അത്രയും മാത്രമേ പാടുള്ളൂ. അന്നേരം ആപ്പിളിൻ്റെയും പൈനാപ്പിൾ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇതിനകത്ത് ഇറങ്ങും. അതുകൊണ്ട് കാശ്മീരി പുലാവിന് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എസൻസോ ഒന്നും ചേർക്കരുത്. ചേർക്കുവാണെങ്കിൽ ഫസ്റ്റ് ചേർക്കേണ്ട സാഫ്രൻ്റെ 2 സ്ട്രാൻഡ്സ് മാത്രം ചേർക്കുക, നത്തിങ് മോർ ദാൻ ദാറ്റ്. ഇതിനകത്ത് ഞാൻ വേണമെങ്കിൽ ഇതൊന്നും പോരാന്ന് തോന്നുവാണെങ്കിൽ ഒരു ഇച്ചിരി വാനില എസൻസ് ചേർക്കാം. പക്ഷെ വേണ്ട. കാര്യം എന്നാ വെച്ചാൽ പോമിഗ്രാനൈറ്റ്, പൈനാപ്പിൾ, ഓറഞ്ച് ഇതെല്ലാം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈ ഫ്ലേവേഴ്സ് കംപ്ലീറ്റ് ഞാൻ ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് പ്ലസ് പുതിന, മല്ലി എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഇതിനകത്ത് മണം വരുമ്പോഴത്തേക്ക് നല്ലൊരു മണമാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ നമുക്ക് ആ മസാലയുടെയും മണം എല്ലാം വരുമ്പോൾ തന്നെ നമുക്കറിയാൻ നോക്കും എന്നാ പറയുക, ആ ചോറിൻ്റെ ഒരു രുചിയെ, ഒരു പ്രത്യേക രുചിയാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നതൊക്കെ എന്നാത്തിനാണെന്നറിയാമോ, ഈ പ്രാവശ്യം ന്യൂ ഇയറിനെങ്കിലും നമ്മൾ ഇതുപോലത്തെ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കണം. ഇതൊരു റിച്ച് ആന്നു, ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ഡിഷാന്നു. ഇത് കാശ്മീർകാർ മാത്രം കഴിച്ചാൽ മതിയോ? നമ്മൾ കേരളക്കാരും കഴിക്കാനുള്ളതല്ലേ. നമ്മുടെ കാശ്മീരി പുലാവ് ഇവിടെ റെഡി ആന്നു. ഇത് ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ കുറച്ച് റിച്ച് ആന്നു. അതിനകത്തെല്ലാം ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്ന എല്ലാ എന്തൊക്കെ സാധനങ്ങളാണെന്നോ ഉള്ളത് അതെല്ലാം ഇതിനകത്ത് ചേർക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് കാശ്മീരിൽ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ആയാലും പലരും ചെയ്യുമ്പം പല രീതിക്കാണ് ചെയ്യുന്നത്. ഓരോരുത്തർ ചെയ്യുമ്പോൾ ഓരോ ഡിഫറെൻ്റ് ആയിട്ട് ഫ്ലേവറാണ് വരുന്ന കാശ്മീരി പുലാവ്. ബേസ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇന്ന് നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാം ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയേക്കുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഗസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ലാൽ ജോസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. പിന്നെ നമസ്തേ നമസ്തേ. കൂടുതൽ നീട്ടി ആൾക്കാരെ ബുദ്ധിമുട്ടിലാക്കണ്ട, അങ്ങനെയല്ല. അല്ല, ആദ്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ജോസേട്ട എന്ന് വിളിക്കണോ അതോ ജോസ് സർ എന്ന് വിളിക്കണോ? എന്നെ ലാലു എന്ന് വിളിച്ചാൽ മതി. അതുകൊണ്ട് നമ്മളേതാണ്ട് ഒരേ പ്രായമല്ലേ. എന്റെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം.
ശരിക്കും ജോസേട്ടനെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് മഴയത്ത് മുൻപേടെ സെറ്റിലാണ് കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട്. അന്ന് ജോസേട്ടൻ ഭയങ്കര ജോളി എന്ന് പറഞ്ഞാൽ ശരിക്കും കമൽ സാറിനൂടെ വർക്ക് ചെയ്യുന്നതും മമ്മൂക്കായുടെ വർക്ക് ചെയ്യുന്നതിന്റെയും ഒരു ടെൻഷൻ കൂടുതൽ മാറ്റി തന്ന ജോസേട്ടനും അക്കുച്ചേട്ടനുമാണ് അല്ലേ. രണ്ടുപേരും ഇപ്പൊ വലിയ ഡയറക്ടേഴ്സ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ അന്ന് കണ്ട ജോസേട്ടനോട് സംസാരിക്കുന്ന ആ ഒരു ഫ്രാങ്ക്നെസ് ഇപ്പൊ ഇല്ല, ഒരു ചെറിയ പേടിയുണ്ട്. എന്താ അറിയോ, ജോസേട്ടനെ ഇപ്പൊ കാണുമ്പോ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയി, ഭയങ്കര ഒരു മെച്ചോർഡ് ആയോ എന്നൊരു സംശയം. ശരിയാണോ ജോസേട്ടൻ? ഒട്ടും മെച്ചോർഡ് അല്ല എന്നാണ് എന്റെ ഭാര്യ അടക്കമുള്ള ആൾക്കാർ പറയണത്. എന്നാണ് മെച്ചോർഡായി കുറച്ച് സീരിയസ് ആയിട്ട് ജീവിതത്തിനെ സമീപിക്കുക എന്നാണ് ചോദിക്കുന്നത്. അയ്യോ, അത് പോട്ടെ. ചേച്ചി എങ്ങനെ ഇരിക്കുന്നു? സുഖമായിരിക്കുന്നു. മോൾ എന്തോരായി? മൂത്ത മകള് ഇപ്പൊ PhD റിസർച്ച് ചെയ്യുന്നു ചെന്നൈയില്, രണ്ടാമത്തെ ആള് MBBS പോണ്ടിച്ചേരിയിൽ. ജോസേട്ടാ, ഇതിനിടയിൽ ഒരു യാത്ര പോയി അല്ലേ? അത് ഭയങ്കര ഒരു ലോങ് യാത്ര. അതിനകത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിലാവാത്ത ഇത് എങ്ങനെ ഇത്ര ദൂരം യാത്ര പോകാനൊരു ഒരു ആ തോന്നാൻ കാര്യം, അല്ലെങ്കിൽ അത്രയും ദൂരം ഇങ്ങനെ പോകണമെന്നൊക്കെ തോന്നി എനിക്ക് ശരിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അതങ്ങനെ അല്ല, അത് ആക്ച്വലി ഞാനും വിചാരിച്ചിട്ട് ചെയ്തതല്ല. അത് ഞാനൊരു ചെറിയൊരു യാത്ര ചെയ്ത സമയത്ത് ആ യാത്രയിലൊപ്പം ഉണ്ടായിരുന്ന ബൈജു നായർ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റാണ് പുള്ളിയാണ് പറയുന്നത് ലണ്ടനിലേക്കുള്ള കൊച്ചിയിൽ നിന്ന് ബൈ റോഡ് ലണ്ടനിലേക്ക് സുരേഷ് ജോസഫ് എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ കേട്ടപ്പോൾ ഞാൻ ഷോക്ക്ഡായി പോയി. കാരണം കൊച്ചിയിൽ നിന്ന് ലണ്ടൻ വരെ ബൈ റോഡ് പോകാൻ പറ്റുമെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അത് എനിക്ക് സംശയമായി. നമുക്കും ഈ ജോഗ്രഫി അത്ര വലിയ പിടിയില്ലാത്തതുകൊണ്ട് അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു റൂട്ട് പുള്ളി കണ്ടെത്തിയിട്ടുണ്ട്, ആ റൂട്ടിൽ പോകാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനപ്പോൾ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കാറ് നിർത്തിയിട്ട് പറഞ്ഞു നിൽക്കൂ, ഈ യാത്ര നിന്ന് പോയാൽ കാല് കഴിക്കും, നമുക്ക് ഇരുന്ന് പോവാം. ആയിക്കോട്ടെ. യാത്രക്ക് പോകാനുള്ള ആഹാരം റെഡിയാണേ. ഇനി ഇരുന്നിട്ട് യാത്ര ചെയ്യാം. പറയൂ. അപ്പോൾ സുരേഷ് ജോസഫ് എന്ന് പറയുന്ന ആള് ഇങ്ങനെ അദ്ദേഹം ഒരു IRS ഓഫീസറാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു യാത്ര ലണ്ടനിലേക്ക് ബൈ റോഡ് പോകേണ്ട പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി ചവിട്ടി നിർത്തി. അദ്ദേഹം പറഞ്ഞ് എന്നെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലേ ഞാൻ വണ്ടി ഇവിടെ നിന്ന് എടുക്കുള്ളൂ എന്ന്. അവരോട് നമുക്ക് പുള്ളിനെ ഇതാക്കുക ഭയങ്കര സീരിയസ് ടഫ് ആയിട്ടുള്ള ഒരാളാണ്, പുള്ളിയെടുത്ത് പോയിട്ട് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിനെ പോയി മീറ്റ് ചെയ്തു. പക്ഷെ ആ യാത്രയെക്കുറിച്ച് പറഞ്ഞ ആ മൊമെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു തോന്നലാണ് എനിക്കും പോകണം ആ യാത്രയിൽ എന്നുള്ള. പക്ഷേ ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റീസ് എന്താണ്, എത്ര ദിവസം എടുക്കും, എത്ര രൂപ ചിലവ് വരുന്നൊന്നും അപ്പം എനിക്കറിയില്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തിനെ കണ്ടു, അദ്ദേഹത്തിന് ആയിട്ട് സംസാരിച്ചപ്പോഴാണ് ഈ യാത്ര ഒരു ചില്ലറ പരിപാടിയല്ല പുള്ളി പ്ലാൻ ചെയ്തിരിക്കണമെന്ന് മനസ്സിലാവുന്നത്. 75 ഡേയ്സാണ് ട്രാവലിംഗ്, 80 ഡേയ്സാണ് ടോട്ടൽ യാത്ര. അപ്പോൾ ഏതാണ്ട് 3 മാസം വിട്ടു നിൽക്കണം, 3 മാസം യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് ഒരു അങ്കലാപ്പ് അപ്പം തോന്നിയില്ല. കാരണം പോകുന്ന റൂട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യ, നേപ്പാൾ, ചൈന, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക്, റഷ്യയിൽ തന്നെ പകുതി എത്തുമ്പോൾ നമ്മൾ യൂറോപ്പിലേക്ക് എൻ്റർ ചെയ്യും. റഷ്യ പകുതി യൂറോപ്പിലും പകുതി ഏഷ്യയിലുമാണ്. യൂറോപ്പിൽ കയറി കഴിഞ്ഞാൽ ഫിൻലൻഡിൽ നിന്ന് എസ്തോണിയ, ലാത്വിയ, ലിത്വാനിയ, അങ്ങനെ ഒരു 19 കൺട്രീസ് ഇൻ യൂറോപ്പ്. അത് കഴിഞ്ഞിട്ട് ലണ്ടനിലേക്ക് UK കയറും. UK നിന്ന് അയർലൻഡിൽ നിന്ന് ഫൈനലി ലണ്ടൻ. അപ്പോൾ 75 ദിവസമാണ് ഈ യാത്ര, 5 ഡേയ്സ് ലണ്ടനിലും. അങ്ങനെ 80 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് എത്തുള്ളൂ. 7 സുന്ദര രാത്രികൾ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു മനോരമയിൽ നിന്ന് വേറെന്തോ കാര്യത്തിന് ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ എന്താണ് അടുത്ത നിങ്ങളുടെ പ്രോജക്റ്റ് എന്ന് വെച്ചപ്പോൾ ഞാൻ സിനിമ പലതും പ്ലാനിങ്ങിലുണ്ട്, പക്ഷെ എൻ്റെ ഒരു എക്സൈറ്റിംഗ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു യാത്ര പോവുകയാണ്. അപ്പോൾ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല ഇതിനെക്കുറിച്ച്. ഞാനത് അയാളോട് പേഴ്സണലി പറഞ്ഞതാണ്. പിന്നെ അടുത്ത ഞായറാഴ്ച വീട്ടിൽ നിന്ന് എനിക്ക് കോള് വരുന്നു, ബന്ധുക്കളുടെ കോൾസ് വരുന്നു. നീ എന്ത് തോന്നിയാസാണ് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വീട്ടിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എൻ്റെ റിലേറ്റീവ്സൊക്കെ വരുന്നു, ഭാര്യയെ ആശ്വസിപ്പിക്കുന്നു.
പള്ളിയിലത്തെ അച്ഛൻ വന്നിട്ട് പറയുന്നു സാരമില്ല മകളെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ അപ്പോഴാണ് ഇത് ആളുകൾ എത്ര ഭയത്തോടു കൂടിയിട്ടാണ് ഈ യാത്രയെ കാണുന്നത് എന്നുള്ളത് മനസ്സിലാവണം. അയ്യോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഇപ്പൊ അച്ഛൻ വന്ന് ആശ്വസിപ്പിച്ചു, ചേച്ചിക്ക് അങ്ങ് വിഷമായി, വീട്ടുകാരെല്ലാം ഇങ്ങനെ ആശ്വാസം പറഞ്ഞു വിളിക്കുന്നത്, അത് ശരിക്കും ഒരു യാത്രയ്ക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ? ഇത് ഈ യാത്രയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഇവർക്ക് ആർക്കും അറിയില്ല. കാരണം ഈ പറഞ്ഞ രാജ്യങ്ങളെ കുറിച്ചൊന്നും ഇവർക്ക് അറിയില്ല, നമുക്കും അറിയില്ല. അപ്പൊ അപകടങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വേറെ ഒന്നുമല്ല, അപകടങ്ങൾ ഉണ്ടാവാം. നമ്മൾ ആ യാത്ര പോകുമ്പോൾ ആ വണ്ടിയിൽ ഏതാണ്ട് 700 കിലോയിലധികം ലഗേജ് കൊണ്ടാണ് പോകുന്നത് 3 പേർക്ക്. അതിൽ ഇൻക്ലൂഡിങ് 2 വലിയ ഓക്സിജൻ സിലിണ്ടേഴ്സ് വരെ ഉണ്ട്. കാരണം ഈ ചൈനയിലേക്ക് കയറുന്നത്, നമ്മൾ നേപ്പാളിൽ നിന്ന് ചൈനയിലേക്ക് കയറുന്നത് ഏതാണ്ട് 3000 സമുദ്രനിരപ്പിൽ നിന്നും 3000-ലധികം അടി ഉയരമുള്ള ടിബറ്റിലേക്കാണ്. അപ്പോൾ ടിബറ്റ് വഴി പോകുമ്പോൾ പലപ്പോഴും ഓക്സിജൻ കിട്ടാതെ പ്രശ്നം വരാം. അപ്പോൾ സുരേഷ് ജോസഫ് സാർ എന്നേക്കാൾ ഒരു 10 വയസ്സ് പ്രായത്തിൽ കൂടുതലുള്ള ആളാണ്. എൻ്റെ ഒപ്പം ഉള്ള ബൈജുൻ നായർ എന്നേക്കാൾ ഒരു 5 വയസ്സ് 6 വയസ്സ് താഴെയുള്ള ആളാണ്. ഞങ്ങൾ 3 പേരും 3 മേഖലയിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ 3 വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് ഇങ്ങനൊരു യാത്ര പോകണം. അതാണ് കൂടുതൽ അപകടകരമായിട്ടുള്ള കാര്യം. 3 പേരും ഇൻഡിപെൻഡൻറ്റ് ലീഡർഷിപ്പ് എടുക്കുന്ന ആൾക്കാരാണ്. ഈ ലീഡേഴ്സ് ആരുടെയും കീഴിൽ വർക്ക് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ അതിലെ ഒരു റിസ്ക്. ഫ്രണ്ട്സ് പോകുന്ന കൂടെ അല്ല 3 പേരും ഫ്രണ്ട്സ് അല്ലായിരുന്നു. 3 പേരും ജസ്റ്റ് അറിയുന്ന, 2 പേര് തമ്മിൽ പരിചയമുണ്ടെന്നേ ഉള്ളൂ. 3ാമത്തെ ആൾക്ക് പരിചയമേ ഇല്ല. അപ്പൊ അങ്ങനെ അപരിചിതരായിട്ടുള്ള 3 പേര് ഒരുമിച്ച് ഒരു 10 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമിൽ, ഇങ്ങനെ ചലിക്കുന്ന റൂമിൽ യാത്ര ചെയ്യാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇമോഷണൽ റിസ്കുകൾ ഉണ്ടായിരുന്നു. ഈ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, ഒരാളെ നിങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ അയാളുമായി ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. ഒന്ന്, അയാളോടൊപ്പം 3 ദിവസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ചെയ്യണം. അല്ലെങ്കിൽ അയാൾക്ക് കുറച്ച് പൈസ കടം കൊടുക്കണം. അല്ലെങ്കിൽ അയാളിൽ നിന്ന് കുറച്ച് പൈസ നിങ്ങൾ കടം മേടിക്കണം. ഇത് 3ഉം ചെയ്തിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഒരാളെ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ അറിയാമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ശരിക്കും ഇങ്ങനെയാണ് യാത്ര പോകുന്നത് ആദ്യം കേട്ടപ്പോ, സമ്മതിച്ചപ്പോ തോന്നി, ആലോചിച്ചില്ല അല്ലെ? ചുമ്മാ ഒരു ട്രാവൽ എന്ന് വിചാരിച്ചു? അല്ല, എനിക്കറിയാമായിരുന്നു ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് അനുസരിക്കണം എന്ന് എനിക്കറിയായിരുന്നു. കാരണം അദ്ദേഹം സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, നമ്മളെക്കാൾ ലോകപരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിന് യാത്ര ചെയ്ത് നല്ല പരിചയമുള്ള ആളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാനിങ് ഞാൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം വെൽ പ്ലാൻഡ്. അത് ഈ ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിച്ചിട്ടുള്ള ആൾക്കാരും ഡിസിപ്ലിനേ ഇല്ലാതെ ജീവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു കാര്യത്തിലും പ്ലാനിങ് ഇല്ല. അങ്ങനെ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ യാത്രയിൽ കൂടെ പോകാമെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റിയത്. അതേസമയം അദ്ദേഹം എത്രയോ കാലം, മാസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത് ഈ റൂട്ട് ഏതൊക്കെ, പലതരം റൂട്ടുകളുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ വഴി പോകാം. അപ്പോൾ അതിലുള്ള റിസ്കുകൾ, ഇപ്പം റഷ്യയിൽ തന്നെ ഖസാക്കിസ്ഥാന് പകരം ഉക്രൈൻ വഴി വേണമെങ്കിൽ പോവാം. അപ്പോൾ യുക്രൈൻ ആ സമയത്തൊരു കലാപം നടക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി ഖസാക്കിസ്ഥാൻ വഴിയാക്കി എന്ന് പറയുന്ന ഒരു പ്ലാനിങ് എന്ന് പറയുന്നതിന് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഇതാണ്. ഏറ്റവും സിമ്പിൾ കാര്യം, യാത്ര ചെയ്യുമ്പോൾ നമ്മൾ രാത്രി ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്ത രാവിലെ ഏർലി മോർണിംഗ് 6 മണിക്ക് പുറപ്പെടണം. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ 6 മണിക്ക് പുറപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കെങ്കിലും എഴുന്നേറ്റ് റെഡി ആവണം. അപ്പം ഞാനൊക്കെ ഒരു 5:45 വരെ ഉറങ്ങിയിട്ട് അവസാനത്തെ 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് നേരെ വണ്ടിയിൽ വന്നിട്ട് ഇരിക്കുകയാണ്. പുള്ളി അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു. ഒരു വാഷ് ചെയ്യുന്നത്, അതാത് ദിവസത്തെ കാര്യങ്ങളൊക്കെ അന്നു തന്നെ വാഷ് ചെയ്യും കൃത്യമായിട്ട്. അതൊക്കെ അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ശരിക്കും ഈ യാത്രയിൽ നല്ല നല്ല എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടില്ലേ ജോസഫ്? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു കാലം കഴിഞ്ഞിട്ട് പിന്നീട് എന്നെ മുന്നോട്ട് നയിക്കുന്നത്, എന്നെ ചലിപ്പിക്കുന്നത് ഈ യാത്രയായിരുന്നു. ഈ യാത്ര ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര എടുത്തുചാട്ടക്കാരനും ബഹളക്കാരനായിരുന്നു. ഈ യാത്ര എന്നെ കുറേയൊക്കെ കാമാക്കി. പിന്നെ പേഷ്യൻസ് വന്നു. പിന്നെ ഒരുപാട് പുതിയ ആളുകളെ പരിചയപ്പെട്ടു, ഒരുപാട് ലൈഫ് കണ്ടു, ഓരോ സ്ഥലത്തെ ആളുകളുടെ കഥകൾ കേട്ടു. ഇപ്പോൾ നമ്മൾ ഈ യാത്ര പോകുമ്പോൾ നമുക്ക് തന്നെ സ്വയം ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇതാരും ചെയ്യാത്തൊരു കാര്യമാണ് ഞങ്ങൾ ചെയ്യണമെന്ന്. ആദ്യം എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഈ ആളുകൾ ഇതിനെക്കുറിച്ച് ഭയപ്പെടുക, ഇതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതൊരു ഭയങ്കര സംഭവമാണെന്ന് മനസ്സിലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത്തിരി കുറച്ച് നമ്മളൊരു ഭയങ്കര സംഭവമാണ് എന്ന് തോന്നിയിരിക്കുന്ന സമയത്താണ് ഈ
മോസ്കോയിൽ ചെന്നപ്പോൾ അവിടെ ദത്തൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ദത്തൻ ചേട്ടൻ അവിടുത്തെ ഫോറിൻ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇന്ത്യനാണ്. 35 വർഷമായിട്ട് അദ്ദേഹം മോസ്കോയിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് നമ്മളറിയുന്നത് ഒരു മലയാളി വൺ മിസ്റ്റർ മാനോൻ, അയാൾ 1967 മറ്റോ ഏത് ഇയർന്ന് എനിക്കറിയില്ല, ബ്രഷ്നേവ് റഷ്യയുടെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് ഡൽഹിയിൽ നിന്ന് മോസ്കോയിലേക്ക് നടന്നുപോയി. അപ്പോൾ ഇയാൾ നടക്കാൻ തുടങ്ങി. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണത്. അങ്ങനെ 6 മാസം മറ്റോ എടുത്ത് പുള്ളി മോസ്കോയിലേക്ക് നടന്നെത്തി. അപ്പോഴാണ് നമുക്ക് കുറച്ച് അഹങ്കാരം കുറഞ്ഞത്. കാരണം ഭീകരന്മാർ വേറെയുണ്ട്. ഇറ്റലിയിൽ മിലാൻ എന്ന് പറഞ്ഞ നഗരത്തിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ നമ്മുടെ നയതന്ത്ര അംബാസഡേഴ്സ് ഓഫീസിൽ നിന്ന് ഞങ്ങൾക്കൊരു സ്വീകരണം തന്ന് അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഒരു വെയിറ്റർ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ നോക്കും. അപ്പോൾ എനിക്ക് തോന്നിയ ആൾക്ക് എന്തോ നമ്മളോട് പറയാനുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ ആജാ. അപ്പോൾ അയാളകത്ത് വന്നു തോട അപ്പോൾ പുള്ളി വന്നിട്ട് പുള്ളിക്ക് അറിയേണ്ടത് നിങ്ങൾ ഏത് റൂട്ടിലാണ് ഇവിടെ എത്തിയെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇന്ന റൂട്ടിലാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ആ റൂട്ടിലാണ് വന്നല്ലേ, ഞാൻ ഇറാൻ വഴിയാണ് വന്നത്. ഇറാൻ വഴിയോ? നിങ്ങളെങ്ങനെ വന്നു? ഇറാൻ വഴി എങ്ങനെ വന്നു? ഞാൻ കൽക്കട്ടയിൽ നിന്ന് സൈക്കിളിൽ വന്നതാണ് ഇങ്ങോട്ട്. കൽക്കട്ടയിൽ നിന്ന് സൈക്കിളിൽ ഒരാൾ ലോകം ചുറ്റാൻ ഇറങ്ങിയിട്ട് യൂറോപ്പിൽ വെച്ചിട്ട് ഹംഗറിക്കാരിയായ വേറൊരു യുവതി സൈക്കിളിൽ ലോകം ചുറ്റാൻ ഇറങ്ങിയ ഒരു യുവതിയെ കണ്ടുമുട്ടുകയും ഒരു വഴിയിൽ വെച്ച് പ്രണയിക്കുകയും അങ്ങനെ രണ്ടുപേരും ഇറ്റലിയിൽ എത്തിയപ്പോൾ അവിടെ സെറ്റിൽ ആവുകയും ചെയ്തു. ബേസിക്കലി ജോസേട്ടന് അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ജോസേട്ടന്റെ അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ്. അപ്പൊ ഈ യാത്രയിൽ പോയപ്പോ ഒരു അമ്മയെ കിട്ടി എന്ന് പറഞ്ഞ് അത് പഴയ നമ്മുടെ യുഗോസ്ലാവിയ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് പിരിഞ്ഞ് പല സ്ലോവാക്യ എന്നൊക്കെ പറഞ്ഞ രാജ്യമായി. അപ്പോൾ ബോസ്നിയ, സ്ലോവാക്യ, സ്ലൊവേനിയ എന്നൊക്കെ പറഞ്ഞിട്ട് പല രാജ്യങ്ങളായി. അപ്പോൾ അതിൽ ഈ സ്ലോവാക്യ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ക്യാപിറ്റൽ ബ്രാറ്റിസ്ലാവ എന്നാണ്. അത് വിയന്നയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയാണ്. ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്തതിൽ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് യാത്ര ചെയ്ത ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് ഈ ഓസ്ട്രിയയിലെ വിയന്നയിൽ നിന്നും സ്ലോവാക്യയിലെ ബ്രാറ്റിസ്ലാവ എന്ന് പറഞ്ഞ സ്ഥലത്ത് 80 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ പുറപ്പെട്ട് നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ എത്തി. അവിടെ നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഒരു ദിവസം അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിജയകുമാർ എന്ന് പറഞ്ഞൊരു പയ്യനാണ്, തിരുവനന്തപുരത്തുകാരൻ ഒരു പയ്യൻ അവിടെ ഉണ്ട്. അവനാ വന്നത്. അപ്പോൾ അവൻ ഇവിടെ ഒരു അമ്മച്ചിയുണ്ട്, അമ്മച്ചിയുടെ അടുത്ത് നിങ്ങൾക്ക് ഞാൻ ലഞ്ചൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അമ്മച്ചിയുടെ ഗസ്റ്റുകളായിട്ട് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നല്ല പട്ടിൻ്റെ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഒരു സുന്ദരി നമ്മളെ കാത്തു നിൽക്കുന്ന ഒരു 71-72 ഇയേഴ്സ് ഓൾഡ്, വിയാറ എന്നാണ് അവരുടെ പേര്. വിയാറ എൻ്റെ അമ്മയുടെ അതേ ചായയാണ്. നല്ല കറുത്ത മുടിയൊക്കെ ആയിട്ട് ഭയങ്കര ചായ അമ്മയുടെ. അങ്ങനെ അവിടെ വന്നു. അപ്പോൾ അവർക്കൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഗണേശോത്സവം എന്നാണ്. അവരൊരു ഭയങ്കര ഫാൻ ഓഫ് ഇന്ത്യൻസാണ്. കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ സോമതീരത്തൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട് അവർ കേരളത്തിൽ. അപ്പം അങ്ങനെ ഒരു ബന്ധമുണ്ടായി. ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് മലയാളികളുടെ ദോശയും ഇഡലിയൊക്കെ ഇഷ്ടമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ ഒരു വെജിറ്റേറിയൻ കുക്കുകളെയൊക്കെ കൊണ്ടുപോയിട്ട് റെസ്റ്റോറൻറ്റിൽ ഒക്കെ തിരുവനന്തപുരത്തെ ഒരു പിള്ളേരാണ് അവിടുത്തെ ഇതിൽ കുക്ക് എല്ലാവരും. അങ്ങനെ അവിടെ അവർ ബ്രാറ്റിസ്ലാവ മുഴുവൻ ഞങ്ങളെ കൊണ്ടു നടന്ന് കാണിച്ചത് വിയാറയാണ്. അപ്പം നമ്മളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർക്കൊരു പഴയൊരു പ്രണയകഥയുണ്ട്. അതാണ് ഇന്ത്യൻ പ്രണയത്തിൻ്റെ ഒരു ബേസിക് റീസൺ. അവരൊരു 14-15 വയസ്സുള്ളപ്പോൾ ഈ വേൾഡ് സ്റ്റുഡൻസിൻ്റെ ഒരു കൾച്ചറൽ ഫങ്ഷൻ ഇവിടെ മ്യൂണിക്കിൽ അവിടെ വെച്ച് നടന്നിരുന്നു. അതിൽ ഈ യുഗോസ്ലാവിയനെ റെപ്രസെൻ്റ് ചെയ്ത് പോയ ഡാൻസ് ഗ്രൂപ്പിലെ ഒരാളായിരുന്നു വിയറ. അന്ന് അവർക്ക് 15 വയസ്സോ 14 വയസ്സോ മറ്റോ 14-15 വയസ്സാണ്. ഇന്ത്യയിൽ നിന്ന് വന്ന ഗ്രൂപ്പിൽ ഒരു സർദാർജി പയ്യനുണ്ടായിരുന്നു. അവന് 10-20 വയസ്സായിട്ടുള്ള അവനും ഡാൻസറായിരുന്നു. അങ്ങനെ ഈ ഫെസ്റ്റിവലിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവർക്ക് അവനോടൊരു അട്രാക്ഷൻ തോന്നിയിരുന്നു എന്നാണ് പറയുന്നത്. സർദാർജിക്കും ഇവരോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ അഡ്രസ്സൊക്കെ ചോദിച്ചപ്പോൾ ഇവർ തമാശക്ക് എന്ത് കാര്യം ഇന്ത്യ എവിടെയോ കിടക്കുന്നൊരു സ്ഥലം അഡ്രസ്സൊക്കെ കൊടുത്തു. പിന്നീട് ഒരു 3 വർഷത്തിന് ശേഷം ഒരു ദിവസം രാവിലെ ഇവർ ഇടയ്ക്ക് ഇവനെക്കുറിച്ച് ഓർക്കും.
അവൻ എന്നെ മറന്നുപോയിട്ടുണ്ടാവുമോ എന്നൊക്കെ ഓർക്കും. പക്ഷെ ഒരു ദിവസം രാവിലെ ഇവർ വാതിൽ തുറക്കുമ്പോൾ വീടിൻ്റെ മുമ്പിൽ കൈ കെട്ടിയിട്ട് സർദാർജി നിൽക്കണം. അപ്പോൾ അവൻ നാട്ടിൽ ചെന്ന് അവൻ്റെ ഫാമിലീനെയൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മേനെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ. ആ കാലത്ത് ഭയങ്കര കുഴപ്പങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. ഇവരുടെ രാജ്യം ഈ രണ്ടാവുന്നതിൻ്റെ മൂന്നാവുന്നതിൻ്റെ ഒക്കെ പരിപാടികൾ നടക്കുക, അതിൻ്റെ യുദ്ധം, ആഭ്യന്തര യുദ്ധമൊക്കെ നടക്കുന്ന സമയമാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇയാൾ വന്നിരിക്കുന്നത്. അപ്പം ഇവരുടെ അമ്മയും മൂത്ത ബ്രദറും ഒക്കെ വേറെ ഏതോ വിദേശത്തേക്ക് പോയി, റഷ്യയിലേക്ക് അവിടേക്ക് പോയി. ഇവരും അച്ഛനും റഷ്യയിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ചങ്ങാതി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു എനിക്ക് അച്ഛനെയും അമ്മേനെയും ഒന്നും വിട്ടിട്ട് ഈ കണ്ടീഷനിൽ വരാൻ പറ്റില്ല. അയാൾ കുറേ നിർബന്ധിച്ചു, വീട്ടുകാരായിട്ട് സംസാരിച്ച അവസാനം ഇവരുടെ അച്ഛൻ പറഞ്ഞു നിനക്ക് അത്ര ഇഷ്ടമാണ് വിശ്വാസമാണെങ്കിൽ നീ വേണമെങ്കിൽ അയാളെ കല്യാണം കഴിച്ചോളാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു കല്യാണം കഴിച്ചിട്ട് അവൻ ഇവിടെ നിൽക്കണം. അപ്പോൾ അവന് ഇന്ത്യ വിട്ടിട്ട് അവന് വരാൻ പറ്റില്ല, കല്യാണം കഴിച്ച് അവൻ്റെ കൂടെ പോകണം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് കല്യാണം കഴിക്കണം. അങ്ങനെ അവർ പിരിഞ്ഞു പോയി. അപ്പോൾ ആ ഒരു ഇന്ത്യയോടുള്ള ഒരു പ്രണയം അവരുടെ ഉള്ളിൽ ഉള്ളതായിരിക്കാം. അതായിരിക്കും, ആ നൊസ്റ്റാൾജിയ ആയിരിക്കും. അതെ, ആ അമ്മ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് അല്ലേ. അയ്യോ, അത് നല്ലൊരു സ്റ്റോറി അല്ലേ ശരിക്കും. കോപ്പൻഹേഗൻ എന്ന് പറയുന്ന സ്ഥലത്ത്, കോപ്പൻഹേഗനിൽ നമ്മൾ താമസിച്ചത് ഒരു പള്ളിയിലച്ഛൻ്റെയും ഭാര്യയുടെയും കൂടിയാണ്. വട്ടപ്പാറയിൽ അച്ഛൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കല്യാണം കഴിക്കാവുന്ന അച്ഛന്മാരുടെ ആണ്. ഈ അച്ഛൻ്റെ ഭാര്യയെ അവർ അമ്മായി എന്നാണ് വിളിക്കുക. വട്ടപ്പാറയിൽ അച്ഛനാണ്. ഈ കോപ്പൻഹേഗൻ എന്ന് പറയുന്ന സിറ്റിയുടെ ഉള്ളിൽ ഒരു വേറെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു രാജ്യമുണ്ട്. 35 ഏക്കറേ ഉള്ളൂ ആ രാജ്യം. ക്രിസ്ത്യാന എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്. അത് ഹിപ്പികളുടെ രാജ്യമാണ്. നൂറ്റാണ്ടുകൾക്കും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഹിപ്പികൾ സ്ഥാപിച്ചൊരു രാജ്യമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഗവൺമെൻറ്റിന് ഈ ഡെൻമാർക്കിന് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുൾ അവർക്ക് അവരുടെ നിയമവും കാര്യങ്ങളാണ്. 35 ഏക്കറാണ്, ഇത്രേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഹിപ്പീസാണ്. അവർ എല്ലാ തരം ഡ്രഗ്സും അവൈലബിൾ ആണ്. എല്ലാ ഡ്രഗ്സും അവിടെ ലീഗലാണ്. റോഡ് സൈഡിൽ മുറുക്കാൻകട പോലെ ഇങ്ങനെ കഞ്ചാവും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഹാഷിഷും ചരസും എല്ലാം അങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ആ ചെറിയ ചെറിയ ഇതിൽ കോഫി ഷോപ്സ്. എയ്ഡ്സ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ എനിക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതിൽ എയ്ഡ്സ് ഉള്ള ആളുകൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് അവിടെ. രണ്ടുപേർക്കും ഉണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ഓരോന്നിൻ്റെ വില എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് യൂസ് ചെയ്യുന്ന ആളല്ല, ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ മേടിച്ചില്ലെങ്കിൽ തല്ലാനൊന്നും പാടില്ല. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെ വിലയും പേരുകളൊക്കെ ചോദിച്ചപ്പോൾ അവിടെ ഒരു പാക്കറ്റിലിരിക്കുന്നതിൻ്റെ പേര് അയാൾ പറഞ്ഞു ദിസ് ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് സാധനം, ദിസ് ഈസ് കോൾഡ് ഇടുക്കി ഗോൾഡ്. ഇടുക്കി ഗോൾഡ്, കഞ്ചാവിൻ്റെ ഏറ്റവും നല്ല ഒരു ഇതാണ് ഇടുക്കി ഗോൾഡ്. ശരിക്കും ഇടുക്കി ഗോൾഡ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ച്, ഞാൻ പറഞ്ഞു അയാളടുത്ത് നിങ്ങൾക്കറിയോ ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ അയാൾ സ്വർഗത്തിൽ നിന്ന് വന്ന ഒരാളെ കാണുന്ന പോലെ ഇടുക്കിയിൽ നിന്ന് വരുന്ന ഒരാൾ. അപ്പോൾ അയാളുടെ കരുതർ ഇവിടെ ഇടുക്കിയിലും ജില്ലയിലും മുഴുവൻ ഈ സാധനം ഇങ്ങനെ കിട്ടും, ഇങ്ങനെ മേടിക്കുക വലിക്കുക, എന്ത് ഭാഗ്യമുള്ള ആളാണ്. എന്നിട്ട് ഈ തെണ്ടി ഇത് ഉപയോഗിക്കില്ല എന്തൊരു എന്നാണ് അയാൾ വിചാരിക്കുന്നത്. അങ്ങനെ പല സമ്മിശ്ര വികാരത്തോട് കൂടിയിട്ട് അയാൾ തന്നെ അങ്ങനെ നോക്കി. നിങ്ങൾക്ക് ഇതിനെ ഇടുക്കി ഗോൾഡ് എന്നാണ് പറയാമെന്നറിയില്ല. നമുക്ക് അങ്ങനെയൊക്കെ ഒരു പേരിലൊക്കെ ഒരു സിനിമയൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നൊക്കെ അറിയാം. ജോസഫ്, ശരിക്കും ഈ യാത്രയിൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് ഫുഡ് നമ്മുടെ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കേരള വിട്ട് കഴിയുമ്പോൾ തുടങ്ങുന്ന തന്നെ ഫ്ലേവേഴ്സ് മാറി തുടങ്ങും. ശരിക്കും ഒരുപാട് ലണ്ടൻ എത്തുന്നിടം വരെ വെറൈറ്റി ഓഫ് ഫുഡ്സാ കഴിച്ചേക്കുന്നത്. ഒരു വെറൈറ്റി ഫുഡോ അല്ലെങ്കിൽ ജോസേട്ടന് ഇഷ്ടപ്പെട്ട ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ട്? ബേസിക്കലി ഞാൻ ഫുഡിൻ്റെ ആളേ അല്ല. ഒരു പാചക പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ പറ്റിയ ആളേ അല്ല. എനിക്ക് ചോറും ഇത്തിരി തൈരും ഉണ്ടെങ്കിൽ എൻ്റെ കാര്യം ഒക്കെയാണ്. ഇനി പരമാവധി പോയാൽ ഞാൻ എൻ്റെ ലക്ഷറി എന്ന് പറയുന്നത് പരിപ്പ് മുളകിട്ടതും കുറച്ച് തൈരും ഓംലെറ്റ് ഉണ്ടെങ്കിൽ ഞാൻ 100%. പപ്പടം കൂടി വറുത്തതുണ്ടെങ്കിൽ വളരെ സന്തോഷം. അല്ലാതെ നമുക്ക് ഇതുപോലെ. പക്ഷേ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തെയും ഫുഡ് ആണ് കഴിക്കുക. ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ബൈജുൻ നായർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പുള്ളി
എല്ലാ സ്ഥലത്തും ലാസയിൽ ടിബറ്റിലെ ലാസയിൽ ചെല്ലുമ്പോഴും ദോശ കിട്ടുന്ന വല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് അങ്ങനെ അന്വേഷിക്കും. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഭ്രാന്തൊന്നുമില്ല. ഞാൻ കിട്ടുന്ന അവിടുത്തെ സാധനം ട്രൈ ചെയ്യും. പക്ഷേ ഒരു രസകരമായ കാര്യം ടിബറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ഇത് സൂപ്പിൻ്റെയും ഒക്കെ ഒരു സ്ഥലമാണല്ലോ. ഇപ്പോൾ ടിബറ്റ് പ്രത്യേകിച്ചും ബുദ്ധിസ്റ്റുകളുടെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡായിരിക്കും നല്ലതായിരിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് വെജിറ്റേറിയൻ, ഭാഷയൊന്നും അറിയില്ല, അപ്പോൾ വെജിറ്റേറിയൻ അപ്പോൾ ഞാൻ അവിടെ ഈ വഴുതനങ്ങയും ഇതൊക്കെ ഇങ്ങനെ സൈഡിലിരിക്കണ്ട, അപ്പോൾ അതെടുത്തിട്ട് അപ്പോൾ അവർ നോ അതുകൊണ്ട് ഉണ്ടാക്കിയില്ല. അപ്പോൾ അവർക്ക് ഒരു കണക്കിന് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഇങ്ങനെ വേണ്ട വേണ്ട അപ്പോൾ അവർക്ക് മനസ്സിലായി. അങ്ങനെ അവസാനം ഒരു വെജിറ്റേറിയൻ. അപ്പോൾ അവർ വെജിറ്റേറിയൻ എന്നുകൊണ്ട് സൂപ്പ് കൊടുന്ന് വന്നു. വെജിറ്റേറിയൻ സൂപ്പിൻ്റെ മീതെ കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചിരിക്കുക. അപ്പോൾ ഈ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ അടക്കം ചിക്കൻ ഉണ്ട്, അല്ല എഗ് ഉണ്ട്, നോണുണ്ട്. എഗ് ബേസിക്കലി വെജാന്നാ പറയുന്നത്. അതെ ആയിരിക്കും. ആ സൂപ്പ് നല്ലതായിരുന്നു. പിന്നെ നമ്മളിവിടെ ഈ ചൈനീസ് ഫുഡ് എന്നുണ്ട്. പിന്നെ ചൈനയിൽ കൂടെയാണ് പിന്നെ നമ്മൾ 15 ദിവസം ട്രാവൽ ചെയ്തു. ടിബറ്റ് കഴിഞ്ഞ് നമ്മൾ സിങ്ജിയാങ് പ്രൊവിൻസ് ഉണ്ട്. സിങ്ജിയാങ് പ്രൊവിൻസാണ് ചൈനയിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ളൊരു പ്രൊവിൻസാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, നമ്മൾ വിചാരിക്കുന്നത് ചൈനയിൽ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരാണ്, അവിടെ ജാതിയും മതവും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണെന്നാണ്. പക്ഷേ ഈ ടിബറ്റ് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് പ്രൊവിൻസും സിങ്ജിയാങ് എന്ന് പറയുന്നത് മുസ്ലിം പ്രൊവിൻസാണ്. അപ്പോൾ ഒരു റംസാൻ കാലത്താണ് നമ്മൾ ആ പ്രൊവിൻസിൽ കൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ ഹലാൽ ഫുഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ മുസ്ലിം ഓണർഷിപ്പിലുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ. അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റി ഫുഡാണ്. ഇവിടെ നമ്മൾ കഴിക്കുന്നത് ചൈനീസ് ഫുഡേ അല്ല എന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇവിടുത്തെ നമ്മളിവിടെ കഴിക്കുന്ന ചൈനീസ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നത് ശരിക്കുള്ള അവിടുത്തെ ആ ഫുഡുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇവിടെ ഒരു പ്രത്യേകിച്ച് എല്ലാം അതിൻ്റെ റിയൽ ടേസ്റ്റിലാണ് അവിടെ കിട്ടുക. ഞങ്ങളൊരു ഷോപ്പിൽ ഈ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് കണ്ട്. അവിടെ ന്യൂഡിൽസ് നമ്മളിവിടെ ന്യൂഡിൽസ് പാക്കറ്റിൽ ഉള്ള സാധനമാണല്ലോ കണ്ടിരിക്കുന്നത്. അവിടെ ഹോട്ടലിൽ നമ്മൾ ന്യൂഡിൽസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ന്യൂഡിൽസ് അപ്പം ഉണ്ടാക്കുകയാണ്. അത് ഈ മാവ് ഇങ്ങനെ കുഴച്ചിട്ട് അതിങ്ങനെ അപ്പൊ ഇങ്ങനെ ഇത് അത് കൈകൊണ്ട് അവർ ചെയ്യുന്നത്. കൈകൊണ്ട് ഇങ്ങനെ വലിക്കും. ആദ്യം ചെറുതായിട്ട് ചെയ്തിട്ട് എന്താ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ വലിക്കും. എന്നിട്ട് അത് ഇങ്ങനെ ചെയ്തിട്ട് അത് നേരെ വലിയ ചെമ്പിൽ ഇങ്ങനെ വെള്ളം തിളയ്ക്കുന്നുണ്ടോ അതിലേക്ക് വീണ്. എന്നിട്ട് അതിന്ന് അത് തിരിച്ചെടുക്കുന്നതൊക്കെ ഭയങ്കര ആർട്ടിസ്റ്റിക് വേയിലൊക്കെ ആയിരിക്കും. ഇപ്പൊ ഒരു കാര്യം, ഒരുപാട് ഫുഡ് കഴിച്ചില്ലേ? അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടെ ചെയ്തത് തട്ടെ, ഇത് കാശ്മീരി പുലാവാണ്. കഴിച്ചു നോക്കും. കഴിച്ചോളൂ. ഞാൻ മാത്രമാണ് കഴിക്കുന്നത്. അതെ, പേടിക്കണ്ട, ഞാൻ ഇവിടെ കഴിച്ച് കാണിച്ചു തന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഓ, അത്ര പേടിയുണ്ടെങ്കിൽ ഞാൻ തന്നെ കഴിക്കാണ്ട. ഓക്കെ ഓക്കെ, ഇത് കഴിച്ചോളൂ. കൊള്ളാം കൊള്ളാം. ഇതിനകത്ത് ഫ്രൂട്ട്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കാശ്മീരി പുലാവ്. അതങ്ങനെ ഫുഡ് ഈ പറഞ്ഞ കൂട്ട് പരിപ്പും ചോറും പപ്പടവും, പിന്നെ വേറെ ഒന്നും വേണ്ട. ദൈവം അനുഗ്രഹിച്ച്. പിന്നെ കഴിച്ചിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നാട്ടുകാർ എന്നെ ചീത്ത വിളിക്കുന്നു. ചോദിക്കട്ടെ, നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞോണേ. പറയാൻ വേണ്ടിട്ട് ചോദിച്ചതാണ്. അപ്പൊ പിന്നെ എനിക്ക് എന്താ അറിയണ്ടേ ജോസേട്ടാ, ഈ നമ്മുടെ ഫിലിം വേൾഡിലെ മിക്ക പേരുടെയും കഥ ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു കഥയുണ്ട്. അതെന്നാ ബേസ് ആയിട്ട് ഞാൻ കേൾക്കുന്നത്, എല്ലാവർക്കും ഈ പണ്ടത്തെ സിനിമ ടാക്കീസ് ഇല്ലേ, അതുമായിട്ട് എന്തോ ഭയങ്കര ഒരു ആത്മബന്ധമുണ്ട്. അങ്ങനെ ജോസേട്ടനും വല്ല ആത്മബന്ധം ഏതെങ്കിലും ടാക്കീസ് ആയിട്ടുണ്ട്? അല്ല, തീർച്ചയായിട്ടും സിനിമകൾ കണ്ടു തുടങ്ങുന്നത് ഞങ്ങളുടെ കാലത്ത് പ്രത്യേകിച്ചും ചെറിയ തിയേറ്ററുകളാണല്ലോ. ഒറ്റപ്പാലത്ത് ലക്ഷ്മി ടാക്കീസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് ലക്ഷ്മി ടാക്കീസ്. പിന്നെ ഇമ്പീരിയൽ തിയേറ്ററും ലക്ഷ്മി ടാക്കീസുമാണ്. അവിടെയാണ് എല്ലാ സിനിമകളും കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളത്. വലപ്പാട് എന്ന് പറഞ്ഞാൽ അമ്മയുടെ വീടും അപ്പൻ്റെ വീടും വലപ്പാടാണ്, തൃശ്ശൂർ വലപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ഒരു കൈലാസ് ടാക്കീസ് ഉണ്ടായിരുന്നു. കൈലാസ് ടാക്കീസിലാണ് നമ്മൾ അധ്വാനിച്ചിട്ട് ആദ്യമായിട്ട് സ്വന്തം പൈസ കൊണ്ട് സിനിമ കണ്ടിട്ടുള്ളത്. എന്നുവെച്ചാൽ അപ്പൂപ്പൻ അമ്മയുടെ വീട്ടിൽ മിഡ് സമ്മർ വെക്കേഷന് പോകുമ്പോൾ അപ്പൂപ്പൻ പറമ്പിൽ ഞങ്ങൾ വെള്ളം തിരിക്കുക എന്ന് പറയും. ഈ കുളത്തിൽ നിന്ന് വെള്ളം മോട്ടർ വെച്ചടിച്ചിട്ട് ഈ ചാലുകളിൽ കൂടെ ഓരോ തടത്തിലേക്ക് വിടും. അപ്പോൾ ഈ ആണി തിരിക്കുക, അതിന് ആണി എന്നാണ് അവിടെ പറയുന്നത്.
അപ്പം മണലോണ്ട് ഒരു തടം നിറഞ്ഞു കഴിഞ്ഞാൽ മണലെടുത്തിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് മറ്റു മരത്തിൻ്റെ തുറന്നു വിടണം. അത് ചെയ്തു കഴിഞ്ഞാൽ 50 പൈസ കിട്ടും. ഒരു ദിവസത്തേക്ക് 50 പൈസ അപ്പം തരും. അപ്പം അതും കൊണ്ട് ഈ കൈലാസ് തിയേറ്ററിലേക്കാണ് പോവുക. കൈലാസ് തിയേറ്ററിൽ അന്ന് തറ ടിക്കറ്റിന് 35 പൈസ, 10 പൈസക്ക് കപ്പലണ്ടി, പിന്നെ 5 പൈസ പോക്കറ്റിൽ ബാലൻസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ശരിക്കും ഈ ഒരു കുഞ്ഞുനാൾ മുതലേ സിനിമയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു, സിനിമ കാണാൻ ഇഷ്ടമായിരുന്നു. അപ്പൊ സിനിമാക്കാരനാവണം എന്നുള്ളൊരു ഇഷ്ടം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഫോട്ടോഗ്രാഫി ഇഷ്ടമായിരുന്നു, ഈ സ്റ്റിൽസ് എടുക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ് അറിയാമായിരുന്നു. അപ്പോൾ കളർ പ്രോസസ്സിങ് പഠിക്കാൻ വേണ്ടിയിട്ട് മദ്രാസിലേക്ക് വന്നതാണ്. അപ്പോൾ താമസിച്ചിരുന്ന ഹോട്ടൽ ലോഡ്ജിൽ ഉണ്ടായിരുന്നതൊക്കെ അസിസ്റ്റൻറ്റ് ക്യാമറാമാൻ, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ്, അസിസ്റ്റൻറ്റ് മേക്കപ്പ് മാൻ, അങ്ങനെയുള്ള ആൾക്കാർ ഫിലിമിൽ കണ്ട. അങ്ങനെ അവരാണ് എനിക്കൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവാനുള്ള ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതും. അപ്പോൾ ഈ സെക്കൻഡ് സൺഡേസിൽ അവധിയായിരിക്കും. അപ്പോൾ ആ ദിവസം എല്ലാവരും ഒത്തുകൂടുമ്പോൾ പഠിക്കും. ഇവർ മ്യൂസിക് ഡയറക്ടർ ആവാൻ വന്നവൻ ഹാർമോണിയൊക്കെ വായിച്ചിട്ട് എന്തെങ്കിലും ട്യൂൺ ഉണ്ടാക്കും, പാട്ട് എഴുതാൻ വന്നവൻ അതിന് ആ ട്യൂണിന് എന്തെങ്കിലും പാട്ടുണ്ടാക്കും. പാട്ട് പാടുന്ന ആൾക്കാർ ദിനേശ് എന്നൊക്കെ പറഞ്ഞ ദിനേശ് പാടും. അപ്പോൾ ആ സമയത്ത് പാട്ടിനുള്ള സിറ്റുവേഷന് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാനായിരുന്നു. അപ്പോൾ നമ്മളാണ് അതിൽ ഒരു വായനയൊക്കെ ഉള്ള ആൾ. അപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള ഏതെങ്കിലും നോവലിലെ ഒരു സന്ദർഭമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ട് ഇവർ പാട്ട് ഉണ്ടാക്കുകയും പാട്ട് എഴുതുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞത് നിനക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കാമെന്ന് കരുതി അങ്ങനെ കമൽ സാറിൻ്റെ അടുത്ത് രാജാമണിയേട്ടനാണ് എന്നെ മണിയേട്ടനാണ് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ വന്ന് ഒരു സിനിമ മാത്രം വർക്ക് ചെയ്തോളാം പറഞ്ഞിട്ടാണ് കമൽ സാറ് ഇതാക്കുന്നത്. പ്രാദേശിക വാർത്തകളിലാണ് വർക്ക് ചെയ്തത്. അന്ന് ദിലീപേട്ടനുണ്ടോ? കമൽ സാറിൻ്റെ കൂടെ ഞാൻ വരുമ്പോൾ അക്ബർ ദിലീപ് ഒന്നുമില്ല. ഏറ്റവും ആദ്യം ഞാൻ ചെല്ലുമ്പോൾ ഉള്ളത് സൂര്യൻ കുനിശ്ശേരി, പിന്നെ സലിം പടിയത്ത്, പിന്നെ അശ്വതി ഗോപിനാഥ് എന്ന് പറഞ്ഞിട്ട് ആണെന്നെയാണ് കേട്ടോ. അശ്വതി എന്ന് പറയുന്നത് പുള്ളിയുടെ കമ്പനിയുടെ പേരാണ്. അശ്വതി ഗോപിനാഥ് എന്നാണ് അദ്ദേഹം. 4ാമത്തെ ആളായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് 4-5 പടങ്ങൾ ഞാൻ വർക്ക് ചെയ്തതിന് ശേഷമാണ് അക്കു വരുന്നത് പൂക്കാലം വരവായി എന്ന് പറഞ്ഞ സിനിമ. ഞാൻ വരുന്നത് പ്രാദേശിക വാർത്തകൾ. അക്കു വന്ന് അതിൻ്റെ അടുത്ത പടം വിഷ്ണു ലോകത്തിനാണ് ദിലീപ് വരുന്നത്. ആ കാലമായിരുന്നു ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ടീം. കമൽ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും ബെസ്റ്റ് ടീമായിരുന്നു അന്ന്. 6 പേര് നല്ല ഉഗ്രൻ ടീമായിരുന്നു. എല്ലാവരും നല്ല സിംഗർ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരിക്കും ആ സിനിമ 41 days ഒക്കെ തീർന്നത് എങ്ങനെയാന്ന് പോലും അറിയില്ല അല്ലെ. അത്ര എൻജോയ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ കമൽ സാറും അങ്ങനെ ആയിരുന്നു, അത്രയും സ്ട്രിക്റ്റ് അല്ല, ഒത്തിരി ഫ്രീ മൈൻഡഡ് ആണ്. അല്ല, അത് കമൽ സാറിന് അങ്ങനെ ആക്കിയെടുത്തതിൽ ഒരു വലിയ പങ്ക് ദിലീപിനുണ്ട്. ദിലീപ് വന്നതിന് ശേഷമായിരുന്നു സെറ്റിൽ തമാശകൾ, ബാക്കിയെല്ലാം വളരെ സീരിയസ് ആയിട്ട് സിനിമ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കലും അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ദിലീപ് വന്നോട് കൂടിയിട്ടാണ് കാര്യങ്ങളെല്ലാം ഓയിലിട്ട പോലെ ആയത്. എല്ലാം വളരെ സ്മൂത്തായി. അപ്പം അത് പിന്നെ എല്ലാവരും എൻജോയ് ചെയ്യാൻ തുടങ്ങി. വിഷ്ണു ലോകത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് സ്ഥിരമായിട്ട് ലാലേട്ടൻ ദിലീപിനെ കൊണ്ട് ലാലേട്ടനെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യിപ്പിക്കും. ഉള്ളടക്കത്തിൻ്റെ സമയത്ത് സ്റ്റെത്ത് വെച്ചിട്ട് ചെവിയിൽ ലാലേട്ടൻ സ്റ്റെത്ത് വയ്ക്കും. എന്നിട്ട് അതിൻ്റെ ചെസ്റ്റിൽ വയ്ക്കുന്ന സ്ഥാനത്ത് ദിലീപ് മൈക്ക് പോലെ അതിൽ പറയും കറക്റ്റായിട്ട്. അങ്ങനെ അത് സെറ്റ് ഭയങ്കര ഹ്യൂമറായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ജോസേട്ടൻ ഞങ്ങളുടെ മഴയത്തുമ്പ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ജോസേട്ടൻ അമലേച്ചിയുടെ ഭയങ്കര ഫാനാണ്. അതെ, ഉള്ളടക്കത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് അത്രയും കമ്പനിയായിരുന്നു. ഞാനും ദിലീപ് അവരുടെ ദിലീപിനായിരുന്നു ഭയങ്കര ഇഷ്ടം. ആ കാലത്ത് നാഗാർജുനായിട്ടുള്ള പ്രണയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ദിലീപിന് എവിടെയോ നാഗിൻ്റെ ചായ ഉണ്ടെന്ന് പറയായിരുന്നു. ഞങ്ങൾ പറയും നിൻ്റെ എവിടെയാണ് നാഗിൻ്റെ ചായ? നാഗാർജുൻ നമ്മൾ കണ്ടിട്ടുള്ള ആണുങ്ങളിലെ ഏറ്റവും സുന്ദരനായിട്ടുള്ള ആളായിട്ട് നമുക്ക് അന്ന് തോന്നിയിട്ടുള്ള ആളാണ്, പുരുഷ സൗന്ദര്യത്തിൻ്റെ ഒരാളായിട്ട് തോന്നിയിട്ടുള്ള. ഇവന് എവിടെയാണ്, ഏത് ഭാഗത്തിനാണ് നാഗാർജുൻ്റെ ചായ? വേറെ പടാ എന്നിട്ട് പിന്നെ നാഗാർജുൻ്റെ സ്റ്റൈലിലൊക്കെ മീശയൊക്കെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ദിലീപിനെ നാഗ്ന വിളിക്കുക. ഓക്കെ, അത് ശരിക്കും എന്താ പറഞ്ഞാൽ ജോസേട്ടനും ഒക്കെ ഒരു ഫാനാണ്. അപ്പൊ ദിലീപേട്ടന് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു ചെറിയല്ല നല്ലൊരു കുശുമ്പ്. അതായത് കൂടുതൽ വർത്താനം ദിലീപേട്ടനോട് വർത്താനം പറയുന്നത്, നിങ്ങളോടൊന്നും മിണ്ടുന്നില്ല. ഓക്കെ, ഇനി ജോസേട്ടൻ ചെയ്യാൻ പോകുന്ന ഫിലിം ഏതാ? ഫിലിമാണോ? ഞാൻ ഇനി യാത്രയാണോ? അല്ല, സിനിമ തന്നെയാണ്. ഇനി സിനിമ ഏതില്ലെങ്കിൽ പെമ്പിള്ളേര് വലുതായി
അപ്പന് ചിന്ത വന്നു. കെട്ടിക്കാറായി പിള്ളേരെ. അപ്പോൾ അതുകൊണ്ട് ഇനി വലിയ യാത്രകളൊന്നും, അത്രയും വലിയ യാത്രയൊന്നും ഉടനെ ഇല്ല. അടുത്ത സിനിമയാണ് ഫെബ്രുവരിയിലാണ് തുടങ്ങുക. ശ്രീനേട്ടനാണ് നായകൻ. ശ്രീനേട്ടനും ഷൈൻ ടോം ചാക്കുമാണ് നായകന്മാർ. ഒരു ചെറിയ സിനിമയാണ്, കോട്ടയം ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഉണ്ണിയാറാണ്. കോട്ടയം നല്ലതായിരിക്കും. അതെ അതെ, എനിക്ക് കോട്ടയം ഭാഗ്യമുള്ള സ്ഥലമാണ്. ക്ലാസ്മേറ്റ്സ് അവിടെയാണല്ലോ ഞാൻ ചെയ്തത്. നല്ല സ്ഥലം, അവിടെ ആൾക്കാരും ഒക്കെ നല്ല. ജോസേട്ടാ, എനിക്ക് അത്ര അഭിപ്രായം ഇല്ല അതിനെ കുറിച്ച്. ജോസേട്ടാ, ഇപ്പൊ 2 മിനിറ്റ് മുന്നേ എല്ലാരും ഒന്ന് പറഞ്ഞത് കേട്ടതാന്നേ. അന്നേരം ഇനി മാറ്റി പറയാനൊക്കത്തില്ല. അടുത്തന്നെ പേരെന്നാ? പേര് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. പറയും, ഞങ്ങൾ കേക്കട്ടെ. തിരുനക്കരയിൽ ഗോപിച്ചേട്ടൻ. തിരുനക്കരയിൽ ഗോപിച്ചേട്ടൻ. തിരുനക്കര പിന്നെ അല്ല, ആ പേരിന് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, ഒരു കൗതുകം അല്ലേ? പറഞ്ഞു തരികയല്ലായിരിക്കും അല്ലേ? അറിയാം, പക്ഷെ എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ. പോട്ടെ, സാരമില്ല. എനിവേ, താങ്ക് യു വെരി മച്ച്. ഒരുപാട് വിശേഷങ്ങൾ കേട്ടു, ഒരുപാട് സ്ഥലത്തിന്റെ പേരുകൾ കേട്ടു. ഇങ്ങനെ ജോസേട്ടൻ പോയപ്പോഴത്തേക്ക് ഉള്ള സ്ഥലങ്ങളുടെ എല്ലാ പേരും പറഞ്ഞു. താങ്ക് യു വെരി മച്ച്.